Hi students, welcome back. Today we are going to discuss about laws of motion. അതിൽ നമുക്ക് first question match the following ആണ്. Match the following Newton's first law, second law, third law, impulse, weakest force ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിന് corresponding ആയിട്ട് ഇവിടെ ഏതാണ് ആപ്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് which gives the definition of force. ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ്. ഫോഴ്സിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം എന്നതിനെ കുറിച്ചാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. Definition of force. അതുപോലെ തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ. ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്തോളുക. ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് ആണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾ എന്ത് പറയും? ലോ ഓഫ് ഇനേർഷ്യ എന്നും കൂടെ പറയും. ഫസ്റ്റ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ഇനി ഇനേർഷ്യ തന്നെ നമുക്ക് പറയാം മൂന്ന് രീതിയിലുണ്ട്. ഏതൊക്കെയാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ and inertia of direction. Okay. അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് ഉള്ള ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മയാണ്. അപ്പോൾ ഒരു ബോഡിക്ക് അത് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, തന്നെത്താനെ ഒരു ബോഡിക്ക് അതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണെന്ന് പറയാ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിന് നിൽക്കാനായിട്ട് പറ്റില്ല, അല്ലെ സ്റ്റോപ്പ് ചെയ്യാൻ, ആ മോഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബോഡിക്ക് അതിന്റെ ഡയറക്ഷൻ തിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് ഇനേർഷ്യാസ്. ലോ ഓഫ് ഇനേർഷ്യയിൽ വരുന്നതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുള്ള കേസാണ്. ഒരു ബസ്സിനകത്ത് നിൽക്കുന്ന ഒരു പാസഞ്ചർ, ബസ് റെസ്റ്റിലാണ്, ബസ്സിനകത്ത് നിൽക്കുന്ന ഒരു പാസഞ്ചർ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ എങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്? ഹി ഫോൾസ് ബാക്ക്വേർഡ്. ഓക്കെ, അപ്പോൾ ബസ്സിനകത്ത് റെസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിനകത്ത് നിൽക്കുന്ന ഒരാള് ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് വീഴാനുള്ള കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരുമ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പാസഞ്ചേഴ്സ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ബസ് പെട്ടെന്ന് ഡയറക്ഷൻ തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ബസ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അല്ലെ നമുക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഇതിനെ എന്തെന്ന് പറയും? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് മൂന്നും ഓർത്തിരിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ മെഷർ ആണ്. എത്ര ഉണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി തരുന്ന ഫോഴ്സ്, ഇതൊക്കെ എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പൊ വിച്ച് ഗീവ്സ് ദ മെഷർ ഓഫ് ഫോഴ്സ്.
ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് അത് എന്തിനെ പ്രൊവൈഡ് ചെയ്യാണ്? മെഷർ ഓഫ് ഫോഴ്സ് ആണ്. ആ മെഷർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? F is equal to ma അല്ലെങ്കിൽ F is equal to നമ്മൾ എന്ത് ചെയ്യും? dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഓർത്തിരിക്കുക, മെഷർ ഓഫ് ഫോഴ്സ്. അതനുസരിച്ച് F is equal to നമ്മൾ എന്തായിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്? ma എന്ന് ഡിറൈവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയാം. മൂന്നാമത് വരുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ഏതാണ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ഇനി ആ ന്യൂട്ടൺസ് തേർഡ് ലോയിൽ തന്നെയാണ് എന്ത് പറയുക? കൺസർവേഷൻ ഓഫ് മൊമെന്റം ആക്ട് ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് മൊമെന്റം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തില് അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിൽ അത് വേണ്ടെങ്കിലും. അപ്പോ സെക്കൻഡ് ലോയിൽ പറയുന്നത് F is equal to dp/dt ആണ് അല്ലെ? ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റത്തില് എക്സ്റ്റേണൽ ഫോഴ്സ്, പുറത്തു നിന്ന് കൊടുക്കുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ 0 ഈക്വൽ ടു ഫോഴ്സ് 0 ആയിട്ട് എടുക്കുക. അപ്പൊ 0 is equal to dp/dt. ഓക്കെ, അപ്പോ ഡെറിവേറ്റീവ് ഓഫ് എ ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ P എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ് 0. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? P ഒരു കോൺസ്റ്റന്റ് ആണ്. P കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി, അതൊരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ m1v1 is equal to m2v2. നമുക്കിവിടെ ആവശ്യമില്ലെങ്കിലും ഞാനിത് പറഞ്ഞത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. F is equal to dp/dt ആണ്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവണം. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തില് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അപ്പൊ dp/dt 0 ആണ്. അങ്ങനെയാണെങ്കിൽ P കോൺസ്റ്റന്റ് ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ m1v1 is equal to m2v2. ഓക്കെ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ടിങ്ങിനെ ഷോർട്ട് ടൈം, വളരെ ചെറിയ സമയത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇമ്പൾസ് എന്ന് പറയാം. നമുക്ക് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എഫിനെ എന്തെന്ന് എഴുതാം? dp/dt അല്ലെ? F is equal to dp/dt. ഇവിടെ എന്തുണ്ട്? dt ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ ഡിറ്റിയും ഈ ഡിറ്റിയും തമ്മിൽ ക്യാൻസൽ ആയി പോയി, ബാക്കി എന്തേ ഉള്ളൂ? dp. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് dp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അല്ലെ, ചേഞ്ച് ആണ്. അപ്പൊ dp മീൻസ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അഞ്ചാമത്തേത് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണ്. നമ്മൾ പലതരത്തിലുള്ള നേച്ചറിലുള്ള പലതരത്തിലുള്ള ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് വീക്ക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമുക്ക് പറയാം വീക്കസ്റ്റ് ഫോഴ്സ്.
വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് രണ്ടും ഓർത്തിരുന്നോളൂ, ചോദിക്കുന്നതാണ്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ വീക്കസ്റ്റ് ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഈസ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലോ ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലോ ഓഫ് ഇനർഷ്യ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വിച്ച് ഗീവ്സ് ദ മെഷർ, അല്ലെ? സെക്കൻഡ് ലോ ഫോഴ്സിനെ മെഷർ ചെയ്യാണ്, എത്ര ഉണ്ട് ഫോഴ്സ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യാണ് ചെയ്യുക. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുമ്പോൾ അത് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എന്തിനെ ബേസ് ചെയ്യുന്നതാണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇമ്പൾസ്, അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം. ലാസ്റ്റ് വൺ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. നമ്മൾ ഫോഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്, സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, our second question, consider a man of mass m kg in a lift. ഒരു m മാസ് ഉള്ള ഒരാള് ഒരു ലിഫ്റ്റിൽ നിൽക്കാണ്. What change produced in the apparent weight? അപ്പാരന്റ് വെയിറ്റിന് ഉണ്ടാകാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കണ്ടീഷൻസ് നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്. When the lift is at rest, എന്നിട്ട് ഫസ്റ്റ് വൺ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്തായിരിക്കും? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്യാം. ലിഫ്റ്റ്, ആ ലിഫ്റ്റിൽ ഒരാളുണ്ട്, അയാളുടെ മാസ് ആണ് m. ലിഫ്റ്റിനൊരു കേബിൾ ഉണ്ട്. ഓക്കെ, ഈ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. വെയിറ്റ്, ഈ ബോഡിയുടെ വെയിറ്റ്, ഇയാളുടെ വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? താഴേക്ക് ആക്ട് ചെയ്യും. ആ വെയിറ്റ് നമുക്കറിയാം m ഇൻറ്റു g, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയിറ്റ്. അപ്പൊ വെയിറ്റ് താഴേക്ക് വരുമ്പോ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് എന്തായാലും അവിടെ എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ആക്ട് ചെയ്യുക? ഈ കേബിളിന് ഒരു സ്ട്രെയിൻ ഉണ്ടാവും, അല്ലെ? അതെന്ന് പറയുന്നതാണ് റിയാക്ഷൻ R ആണ്. ഇപ്പൊ ഇവിടെ ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? റിയാക്ഷൻ R ആണ്. അപ്പൊ നമുക്ക് എഴുതാം R = mg. ഇവിടെ റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാം? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയാം. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റ് തന്നെയാണ്. അപ്പോൾ അപ്പാരന്റ് വെയിറ്റ് = ആക്ച്വൽ വെയിറ്റ്. ഓക്കെ, അപ്പൊ അയാളുടെ വെയിറ്റ് എങ്ങനെയാണ്? ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ അയാളുടെ വെയിറ്റ് എന്താണ്? ആക്ച്വൽ വെയിറ്റ് തന്നെയാണ്. അയാളുടെ വെയിറ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സെക്കൻഡ് വൺ, when the lift is moving with a constant velocity, ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ അയാളുടെ അപ്പാരന്റ് വെയിറ്റ് എന്താണ്? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിഫ്റ്റ്, ആ ലിഫ്റ്റിൽ ഒരാളുണ്ട്, അയാളുടെ മാസ് m ആണ്. അപ്പൊ വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? താഴേക്ക്. കേബിൾ ഉണ്ട്, കേബിളിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ
മേളിലേക്ക്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ എത്ര വരും? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ 0 ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ 0 ആണ്. അപ്പൊ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് എന്താ വരുള്ളൂ? ഇവിടെ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ R is equal to എന്ത് തന്നെയാ വരുള്ളൂ? R is equal to mg. ഓക്കെ, അപ്പൊ റിയാക്ഷൻ R എന്ത് തന്നെയായിരിക്കും? R is equal to mg തന്നെ ആണ്. ഓക്കെ, തേർഡ് വൺ, when the lift moves with an acceleration a, ആ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് മേളിലേക്കാണ്, മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ എ ആക്സിലറേഷനോടുകൂടി മേളിലേക്ക് പോകുന്ന ആ ലിഫ്റ്റിന്റെ അപ്പാരന്റ് വെയിറ്റ് എന്താ? അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലിഫ്റ്റ് എടുക്കാം. ലിഫ്റ്റിനകത്ത് ഒരാളുണ്ട്, അയാളുടെ മാസ് mg താഴേക്ക്, കേബിൾ ഉണ്ട്, കേബിള് റിയാക്ഷൻ R, ലിഫ്റ്റ് മേളിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ a, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഫോഴ്സ് ma. ഈ ലിഫ്റ്റ് മേളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ R ആയിരിക്കോ mg ആയിരിക്കോ കൂടുതൽ? മേളിലേക്ക് മൂവ്മെന്റ് നടക്കണമെങ്കിൽ എപ്പോഴും R അല്ലേ വലുതായിരിക്കുക. അപ്പൊ R എന്ന് പറയുന്ന റിയാക്ഷൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? mg-നേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇനി ആ ഡിഫറൻസ് ഇൻ എന്തുവരും? ഫോഴ്സ്. R എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്, mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. ഈ രണ്ട് ഫോഴ്സിന്റെയും എന്തുവരും? ഡിഫറൻസ് ആണ് എന്തിന് കാരണമാവുക? ആക്സിലറേഷന് കാരണമാവുക. അപ്പോ R മൈനസ് mg ഡിഫറൻസ് ആണ്. ആറിന്റെയും mgയുടെയും എന്തുവരും? ഡിഫറൻസ് ആണ് എന്തിന് കാരണമാവുക? ആക്സിലറേറ്റഡ് മോഷന് കാരണമാവുക. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? R മൈനസ് mg is equal to ma. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം R is equal to ma plus mg. അപ്പോ equal to m into a plus g. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം mg ആണ് നമ്മുടെ ആക്ച്വൽ വെയിറ്റ്. ആ ആക്ച്വൽ വെയിറ്റോട് കൂടി എന്ത് ചെയ്തു? ma ആഡപ്പ് ചെയ്തേക്കാണ്. അപ്പൊ റിയാക്ഷൻ R എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തു. റിയാക്ഷൻ R ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ Rനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയാം. ആ അപ്പാരന്റ് വെയിറ്റ് എന്ത് ചെയ്തേക്കാണ്? കൂടിയേക്കാണ്. അപ്പൊ അപ്പാരന്റ് വെയിറ്റ് എന്ത് ചെയ്തു? വെയിറ്റ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, fourth one is lift is moving down with an acceleration a. ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് താഴേക്കാണ്. ഏത് ആക്സിലറേഷനോടുകൂടി? a ആക്സിലറേഷനോടുകൂടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്പാരന്റ് വെയിറ്റ് എത്രയാണ്? ഇവിടെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് താഴേക്കാണ്. ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ a. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം താഴേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആര്? mg ആണോ R ആണോ വലുതായിരിക്കേണ്ടത്? mg വലുതായാലേ താഴേക്കുള്ള മൂവ്മെന്റ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ mg ആണ്, mg ഈസ് ഗ്രേറ്റർ ദാൻ R. ഇനി അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കും? mg ഗ്രേറ്റർ ആണെങ്കിൽ mg മൈനസ് R ആയിരിക്കും അവിടെ എന്തിന് കാരണം? ആക്സിലറേറ്റഡ് മോഷന് കാരണം. അപ്പോ a ആക്സിലറേഷൻ ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഏതാണ്? ma. അപ്പോ ഇവിടെ താഴേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് mg വലുതാണ് R-നേക്കാളും. അപ്പൊ അതുകൊണ്ട് mg ഈസ് ഗ്രേറ്റർ ദാൻ R. അപ്പൊ mg മൈനസ് R. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഡിഫറൻസ് ആണ് ആർക്ക് കാരണം? ആക്സിലറേറ്റഡ് മോഷന് കാരണം. അപ്പൊ ഇവിടെ നിന്ന്
എം എനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. മൈനസ് എം എ വരും. 6 മൈനസ് 6 ആണ്, അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ആ. ഇവിടുന്ന് എം ഇൻറ്റു ജി മൈനസ് എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? ആ. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, എം ജി ആണ് നമ്മുടെ എന്തെന്ന് പറയാ? ആക്ച്വൽ വെയിറ്റ്. ആ ആക്ച്വൽ വെയിറ്റിൽ നിന്ന് എം എ എന്ന് പറയുന്ന ഫോഴ്സ് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയാണ് എന്തെന്ന് പറയാ? റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ഷൻ എന്ത് ചെയ്യാം? ആക്ച്വൽ വെയിറ്റിനേക്കാൾ എം എ കുറവാണ്. അപ്പോൾ റിയാക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. റിയാക്ഷൻ കുറഞ്ഞാൽ അപ്പാരന്റ് വെയിറ്റ് എന്ത് ചെയ്യും? ഡിക്രീസസ്. റിയാക്ഷൻ ഡിക്രീസസ്, അതുകൊണ്ട് അപ്പാരന്റ് വെയിറ്റും എങ്ങനെയായിരിക്കും? ഡിക്രീസസ്. Fifth one, when the cable of the lift breaks. കേബിൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ലിഫ്റ്റ് എങ്ങനെ മൂവ് ചെയ്യാം? നമ്മുടെ ഈ ക്വസ്റ്റ്യനില് കേബിൾ ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ കേബിൾ ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം. എം മാസ് ഉള്ള ഒരു ബോഡി, വെയിറ്റ് താഴേക്ക്, റിയാക്ഷൻ മേളിലേക്ക്, കേബിളില് അല്ലെ? കേബിൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുക ആണല്ലോ. അപ്പൊ ഡൗൺവേർഡിന്റെ നമുക്ക് അറിയാം, ആർ ഇസ് ഈക്വൽ ടു, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. ഓക്കെ, താഴേക്കുള്ള മൂവ്മെന്റിന്റെ കേസില് റിയാക്ഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ജി മൈനസ് എ ആണ്, ഡൗൺവേർഡ് ആക്സിലറേഷൻ ആണെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെ വെച്ച് കേബിൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. കേബിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി എങ്ങനെയാണ്? ഫ്രീ ആണ്. അവിടെ ടെൻഷൻ മേളിലേക്കൊന്നുമില്ല. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യാണ്? ഫ്രീ ആയിട്ട് താഴേക്ക് പോരാണ്. അപ്പൊ ഫ്രീ ഫോളിംഗ് ബോഡിയാണ് നമ്മുടെ ലിഫ്റ്റ്. ഫ്രീ ഫോളിംഗ് ബോഡിയുടെ കേസില് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എക്ക് പകരം എന്ത് കൊടുത്തു? ജി. അപ്പൊ എ ഇസ് ഈക്വൽ ടു ജി. എത്ര വരും? ജി മൈനസ് ജി ഇസ് ഈക്വൽ ടു 0. Therefore reaction R is equal to C. That's all about today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button.